രേഖകളിൽ ഒരു പേരും അതിനപ്പുറം ചെല്ലപ്പേരും ഒക്കെ ഉള്ളവരാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ ആ പേരിന് പകരം നല്ല ഈണത്തിൽ ചൂളം അടിച്ചങ്ങ് വിളിച്ചാലോ? നമ്മുടെ ഇന്ത്യയിലെ മേഘാലയയിലുള്ള ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ വിളിച്ചാലേ ആളുകൾ വിളി കേൾക്കും. കോങ്തോങ് എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഈസ്റ്റ് ഗാസി ഹിൽസിലാണ് ഈ ഗ്രാമം ഉള്ളത്. എല്ലാവരും ചൂളമടിക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചൂളമടി ഗ്രാമം എന്നാണ് കോങ്തോങ് അറിയപ്പെടുന്നത്. ആദ്യമായി കേൾക്കുന്നവരിൽ കൗതുകം ഉണർത്തുമെങ്കിലും കോങ്തോങ്കാരുടെ ഈ രീതിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇവിടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഓരോരുത്തർക്കും പ്രത്യേക ഈണമുണ്ട്. അമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കായി ഈ മനോഹരമായ ഈണം ഒരുക്കുന്നത്. ജിങ്കർബെ ആയോബെ എന്നാണ് ഇങ്ങനെ ഈണങ്ങൾ പേരായി നൽകുന്ന രീതിക്ക് പറയുന്നത്. ഗോത്രത്തിന്റെ ആദ്യ മാതാവിന്റെ പാട്ട് എന്നാണ് ഇതിനർത്ഥം. കുടുംബത്തിൽ കേന്ദ്രസ്ഥാനം അമ്മമാർക്കാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മേഘാലയ മാത്രമല്ല, ഒട്ടുമിക്ക വടക്കു കിഴക്കൻ നാടുകളും അമ്മ താവഴിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഏകദേശം 700 പേർ താമസിക്കുന്ന കോങ്തോങ്ങിൽ ഗ്രാമവാസികളെല്ലാം പരസ്പരം ചൂളമടിച്ചാണ് പേരുകൾ വിളിക്കുന്നത്. ഗ്രാമവാസികൾക്ക് പൊതുവെ 1, 2, 3 ഈണപ്പേരുകളുണ്ട്. ഒന്ന് അല്പം ദൈർഘ്യം കൂടിയത്, അത് ഏതാണ്ട് 30 സെക്കൻഡ് ദൈർഘ്യം വരും. മറ്റൊന്ന് ദൈർഘ്യം കുറഞ്ഞത്, പിന്നീടുള്ളത് രേഖകളിലും മറ്റും ഉപയോഗിക്കുന്നത്. ഒരു തവണ ഉപയോഗിച്ച ഈണം പിന്നീട് മറ്റാർക്കും ഇവർ നൽകാറില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോടൊപ്പം ആ ഈണവും ഇല്ലാതാവും. ഈ ആചാരത്തിന്റെ കൃത്യമായ ഉത്ഭവം അജ്ഞമാണെങ്കിലും കാട്ടിലെ ദുഷ്ടശക്തികളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ ഈ രീതി സഹായിക്കുമെന്നാണ് നാട്ടറിവ്. ഗ്രാമത്തിലെ താഴ്വരകളിലും മലയിടുക്കുകളിലും ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രായോഗിക മാർഗമായി ഇത് വികസിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി മേഘാലയയിലെ പ്രധാന പുൽച്ചൂൽ നിർമ്മാണ ഗ്രാമം കൂടിയാണ് കോങ്തോങ്. ഈ ഗ്രാമത്തിന്റെ തനതായ സാംസ്കാരിക പാരമ്പര്യം കാരണം 2021 UN ലോക ടൂറിസം ഓർഗനൈസേഷന്റെ മികച്ച വിനോദസഞ്ചാര ഗ്രാമത്തിനുള്ള അവാർഡിനായി ഇന്ത്യ ഈ ഗ്രാമത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. കുഞ്ഞിനൊരു പേരിടാൻ വെറൈറ്റി പേര് തപ്പുന്ന നമുക്കിടയിലേക്ക് കോങ്തോങ്ങിലെ ഈ രീതി വന്നാൽ സംഭവം കിടുക്കുമല്ലേ.